ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മാഗി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ മാഗി റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു കടായിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈയിങ് പാനൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെക്കണം. അതിനുശേഷം നമ്മൾ മാഗി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് മാത്രമുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2.5 കപ്പ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കാരണം നമ്മുടെ മാഗി മസാലയിൽ കുറച്ച് ഉപ്പുണ്ടാവും. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി വേണ്ടത് ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാൽ ശരി, നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരികയാണ്. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മാഗിയും കൂടിയാണ്. അപ്പോൾ ചെറിയൊരു പീസ് അളവിലാണ് ഞാനിപ്പോൾ മാഗി എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ 12 രൂപയുടെ ചെറിയൊരു പീസ് കിട്ടുമല്ലോ, ആ ഒരു പീസാണ്. അപ്പോൾ ഇത് ഫുള്ളും നമുക്കിതിലേക്ക് ചേർക്കാം. മാഗി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസും കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് മാത്രം മതിയാവും. അപ്പോൾ നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം കൂടിയാണ്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. ഇത് രണ്ടും നമ്മുടെ നൂഡിൽസ് എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുത്തേക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. എങ്കിൽ മാത്രമേ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുള്ളൂ. കാരണം നമ്മൾ നൂഡിൽസ് ഒരുപാട് സമയം വേവിച്ചെടുക്കുന്നില്ല, അതിൻ്റെ പേരിലാണ്. ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഒരുപാട് വെന്ത് കിട്ടണമെന്നുള്ള ആവശ്യമില്ല. ഈ സമയം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന നൂഡിൽസിൻ്റെ മസാല കൂടിയാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. നൂഡിൽസ് മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ കഴിക്കാനൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് എല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് കിട്ടണം എന്നുള്ള ആവശ്യമില്ല. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ കുറച്ച് എണ്ണയും കൂടിയാണ്. അപ്പോൾ ഇത് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കില്ല, അതിൻ്റെ പേരിലാണ്. ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് ഓയിൽ ചേർത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതിലെ ബാക്കി വരുന്ന ആ വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റണം. കാരണം ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ ഈ നൂഡിൽസ് വേവിച്ചെടുക്കാൻ മാത്രമുള്ള വെള്ളമാണ് വെക്കുന്നതെങ്കിൽ നല്ലതുപോലെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിലാണ് കുറച്ചധികം വെള്ളം ചേർത്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നൂഡിൽസ് എല്ലാം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഈ ചെറിയൊരു അരിപ്പയിലേക്കൊന്ന് മാറ്റി ബാക്കിയുള്ള വെള്ളം ഒന്ന് മാറ്റണം. ഞാനിപ്പോൾ ഇതുപോലെ വെള്ളമെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് വെള്ളവും പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ നമ്മുടെ മുട്ടയും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 മുട്ടയാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 മുട്ട എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 തന്നെ ധാരാളമാണ്. ഈ മുട്ടയുടെ കൂടെ തന്നെ പിന്നെ നമുക്ക് വേണ്ടതാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാരറ്റും കൂടി ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ അതുപോലെ നമുക്ക് വേണ്ടതാണ് കുറച്ച് പച്ചമുളകും കൂടി. ഞാനിപ്പോൾ ഒരു വലിയ പച്ചമുളകിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മുടെ ഈ മുട്ടയ്ക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഫ്രൈയിങ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം.
നമ്മുടെ ഈ ഫ്രൈയിങ് പാനെല്ലാം ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ അളവിൽ മാത്രം എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിൽ കുറച്ച് ചെറുതായിട്ട് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല, 1 ടീസ്പൂൺ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ എണ്ണയെല്ലാം ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. മുട്ട ഒഴിച്ച് കൊടുത്തതും ഉടൻ തന്നെ ചെറുതായിട്ടൊന്ന് സൈഡിലൊക്കെ ചെറുതായിട്ട് ആ ചൂട് കൊണ്ട് ഒന്ന് മുരിഞ്ഞു തുടങ്ങും. ആ സമയം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ നൂഡിൽസ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് മാത്രം വെച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ 1 പീസ് അളവിലുള്ള നൂഡിൽസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ 2 എണ്ണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ വെക്കണം എന്നില്ല, പകുതി അളവിൽ മാത്രം വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസും കൂടിയാണ്. അപ്പോൾ ഈ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കിയേക്കണം. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പിയായിരുന്നു. അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ടൊമാറ്റോ സോസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ടൊമാറ്റോ സോസും കൂടി ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതിൻ്റെ പേരിലാണ്. നമ്മൾ സാധാരണ നൂഡിൽസ് തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതുപോലെ നമ്മൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും ഒക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് അവർക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഒരുപാട് മാഗി റെസിപ്പീസ് ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വളരെ നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പികളായിരുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കണം. ലാസ്റ്റ് നമ്മൾ മാഗി നൂഡിൽസ് വെച്ച് ചെയ്തത് നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിന് മുകളിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടിയാണ്. വളരെ ചെറുതായിട്ടൊരല്പം മല്ലിയിലയും കൂടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. കാരണം നമ്മളിപ്പോൾ അങ്ങനെ ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുട്ട കരിഞ്ഞു പോകും. നമുക്ക് അങ്ങനെ കിട്ടേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മടക്കി കൊടുക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഞാൻ പറഞ്ഞതുപോലെ ഒരു ചായക്കൊപ്പമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ചില്ലി ഫ്ലാക്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് മാഗി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിരിക്കും എന്ന്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാം നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒന്നായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.